ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ചെറിയ ബഡ്ജറ്റിൽ, വളരെ ലോ ബഡ്ജറ്റിൽ തുടങ്ങി വലിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് രീതിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇടും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇതിൽ ചെറിയ ബഡ്ജറ്റിൽ എന്ത് തുടങ്ങുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു 5,000 രൂപയോ അല്ലെങ്കിൽ 10,000 രൂപയൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ എന്ത് ബിസിനസ് നമ്മൾ തുടങ്ങുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ, കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണത്. കാരണം ചെറിയൊരു ഒരു 5,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപയായിട്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്, അതിനെ വളരെ പെട്ടെന്ന് വലിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന, വലിയ ബിസിനസ് ആക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് രീതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ ഓസോ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരുപാട് ആളുകൾ. ആദ്യമൊക്കെ കുറച്ചു കാലം മുന്നേ വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജോലി നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ആളുകളുടെയൊക്കെ ലക്ഷ്യവും ആഗ്രഹമൊക്കെ. നല്ലൊരു ജോലി കണ്ടെത്തുക, അല്ലെങ്കിൽ വലിയൊരു ജോലിയിൽ കയറുക എന്നുള്ള സംഭവം, നല്ല ശമ്പളമുള്ള ജോലികൾ കണ്ടെത്തുക എന്നുള്ളതാണ് കുറച്ചു കാലം മുന്നേ വരെയൊക്കെ ആളുകളുടെയൊക്കെ ലക്ഷ്യം, ഉദ്ദേശം, ആഗ്രഹമൊക്കെ. പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് യുവതികളും അതല്ലെങ്കിൽ മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ കാണാറുള്ളതാണ്. ഒരുപാട് ഓൺലൈൻ ബിസിനസ്സുകളും ഓഫ്ലൈൻ ബിസിനസ്സുകളും പല രീതിയിലുള്ള ബിസിനസ്സിലേക്കും ആളുകൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. യുവാക്കൾ ഉൾപ്പെടെ, യുവതികൾ ഉൾപ്പെടെ പലരും, പ്രായമായവർ പോലും അതുപോലുള്ള ബിസിനസ്സുകൾ, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് കീഴിൽ വർക്ക് ചെയ്യാൻ, സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണത്. അപ്പോൾ എല്ലാവർക്കും അത് ഓക്കെ ആവണമെന്നില്ല, എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നല്ല വലിയൊരു എമൗണ്ട് ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ തന്നെ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാക്കി വെച്ച സ്വത്തുക്കളൊക്കെ വെച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അതല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഇല്ലാത്തതിൻ്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്നവരുണ്ട്. പക്ഷെ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യണം, അപ്പോൾ ചെറിയ പൈസ ഉണ്ട്, അത് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കാണ് ഈ വീഡിയോ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് നമുക്ക് കുറച്ച് പൈസ കൂടുതലുള്ള ആളുകൾക്കും ഇത് വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് രീതി തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 5,000 രൂപ ഉണ്ട്. 5,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 5,000 രൂപയും നിങ്ങളുടെ കയ്യിൽ ഫോണും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കിഡിലൻ ബിസിനസ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങളുടേതായിട്ടുള്ള ബ്രാൻഡുകൾ, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിമിൽ നിങ്ങൾക്കൊരു ഓൺലൈൻ ഷോപ്പ് സെറ്റപ്പ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 5,000 രൂപ എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ ഒരു 5,000 രൂപ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റവും അടുത്തുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോവാം. ഹോൾസെയിൽ ഷോപ്പ്. അപ്പം എന്താണ് നമ്മൾ ചെയ്യുന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യണം. ഈ 5,000 രൂപയായിട്ട് നമുക്ക് വേണം ഏതൊക്കെ രീതിയിലുള്ള ബിസിനസ് ചെയ്യാമെന്ന് ആദ്യം ഒന്ന് നോക്കാം. 5,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷർട്ടുകൾ കൊണ്ടുവരാം. ഷർട്ട്സ്, കുറച്ച് നല്ല വെറൈറ്റി ഷർട്ട്സ്. വെറൈറ്റി ഷർട്ട്സ് മീൻസ് നമ്മളെ ലോക്കൽ ഏരിയയിൽ കാണാൻ ഇറങ്ങിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ ലോക്കൽ ഷോപ്പുകളിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണാത്ത രീതിയിലുള്ള കുറച്ച് ഡിഫറെൻറ്റ് കളക്ഷനിൽ പെട്ട കുറച്ച് ഷർട്ടുകൾ. അപ്പോൾ നമുക്കൊരു ഹോൾസെയിൽ റേറ്റിലൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് 250, 300, 500 രൂപക്കുള്ളിലൊക്കെ ആയിട്ട് നമുക്ക് ഹോൾസെയിൽ റേറ്റ് കിട്ടും അത് ഷർട്ടുകളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഷർട്ടുകൾ നമ്മൾ ഹോൾസെയിൽ ഷോപ്പുകളിൽ പോയിട്ട്, ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഷർട്ടുകൾ മേടിക്കുക. അതല്ല, ഇനിയിപ്പോൾ ഷർട്ടിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീൻസ് ആക്കാം, അല്ലെങ്കിൽ ടോപ്സ് ആക്കാം, ലേഡീസ് ടോപ്പുകൾ, അല്ലെങ്കിൽ എന്താണെങ്കിലും അതിലൊരു ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് നമുക്ക് പോകാൻ കഴിയുന്ന ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ പോവുക. എന്താണ് നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ്? ആ പ്രൊഡക്റ്റിന് വെറൈറ്റി കളക്ഷൻസ്
വെറൈറ്റി കളക്ഷൻ. അപ്പോൾ ഒരു 5000 രൂപക്ക് ഇപ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും? ഇപ്പോൾ ഒരു 500 രൂപ കോസ്റ്റ് പിടിച്ചോ, അല്ലെങ്കിൽ ഒരു 500 രൂപ, ഒരു ഉദാഹരണത്തിന് 500 രൂപ ഒന്നും ഒരു ഇപ്പോൾ ഷർട്ടാണെങ്കിൽ പോലും നമുക്കൊരു ഹോൾസെയിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷർട്ടൊക്കെ നമുക്ക് അതിൻ്റെ താഴത്തെ പ്രൈസിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 500 രൂപ ഉദാഹരണത്തിനായിട്ട് നമ്മൾ 500 രൂപ റേറ്റ് പിടിച്ചോ. ഈ 500 രൂപയിൽ നമുക്കിപ്പോൾ ഒരു 5000 രൂപയായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 10 ഷർട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളൊരു 10, പക്ഷെ ആ കൊണ്ടുവരുന്ന 10 ഷർട്ട് എന്നുള്ളത് ഡിഫറെൻറ്റ് കളക്ഷൻ ആയിരിക്കണം, വെറൈറ്റി കളക്ഷൻ ആയിരിക്കണം. അത് നമ്മുടെ ഏരിയയിൽ, നമ്മളെ അടുത്ത സ്ഥലങ്ങളിലുള്ള ഷോപ്പുകളിൽ, നമ്മളെ ലോക്കൽ ഏരിയയിലുള്ള ഷോപ്പുകളിലൊന്നും അങ്ങനത്തെ ഒരു കളക്ഷൻസ് വരാത്തൊരു കളക്ഷൻസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഡിഫറെൻറ്റ് കളക്ഷൻസ് നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളിതിനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരാം. ഇത് ഞാൻ ഉദാഹരണത്തിന് പറയുന്നതാണ്, ഷർട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ഏതും ആവാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചോയ്സ്, നിങ്ങളെ കാറ്റഗറി ഇഷ്ടപ്പെട്ടൊരു പർച്ചേസ് മേഖല ഏതാണ്, കാറ്റഗറി ഏതാണെങ്കിലും അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഒരു 10 പീസ് നമ്മൾ ഷർട്ട് കൊടുക്കും. ഓക്കെ, ഈ ഷർട്ട് കൊടുന്നു കഴിഞ്ഞാൽ ഈ ഒരു 10 പീസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു 5000 രൂപയാണ് നമ്മൾ അതിനുവേണ്ടി ഇറക്കിയിട്ടുള്ള, 10 പീസിന് വേണ്ടി നമ്മൾ ഇറക്കിയിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് വിചാരിക്കുക. ഈ 10 പീസ് ഷർട്ട് വെച്ചിട്ട് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും? നമ്മുടെ മൊബൈൽ ഫോണിൽ നോർമലി നമ്മൾ ഷോപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ ആ ഷോപ്പിന് പേര് കണ്ടെത്തും. അതേ രീതിയിലൊരു പേര് നമ്മൾ ഇവിടെ കണ്ടെത്തണം. ആ പേരിൽ നമ്മളൊരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതേ പേരിൽ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ, നമ്മളൊരു ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഒരു പേജ് നമ്മൾ അതേ പേരിൽ നമ്മൾ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 പേജ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടും യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതേ പേരിൽ നമ്മൾ ഓരോ പേജുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ദിവസം ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് കൊടുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്ക് കംപ്ലീറ്റ് കാണിച്ചിട്ട്, എല്ലാ പീസുകളും കാണിച്ചിട്ട് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇതുപോലുള്ള ഷർട്ടുകളുണ്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ വെറൈറ്റി മോഡൽസ്, ഇന്ന കളറിലുണ്ട്, ഇത്ര രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ നമ്മുടേതായിട്ടുള്ള മാർജിൻ ഇട്ട്, നമ്മളൊരു പ്രൈസ് ടാഗ് ഇട്ടിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ലാഭം നമ്മൾ അതിലുമേ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ റേറ്റ് നമ്മൾ അനൗൺസ് ചെയ്ത് നമ്മളതിൽ എഴുതി കൊടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്യുക. അതിൻ്റെ ഫോട്ടോസും ഡിഫറെൻറ്റ് ഏരിയ ആംഗിളിൽ എടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ദിവസം നമ്മൾ വീഡിയോ ചെയ്യുക. ഓക്കെ, ഒരു പക്ഷേ ചിലപ്പോൾ ആ വീഡിയോ ചെയ്യുന്ന അതേ ദിവസം നിങ്ങളുടെ 10 ഷർട്ടും പോയേക്കാം. ഓക്കെ, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പോകും, ഒരു പക്ഷെ 3 ദിവസം കൊണ്ട് പോയായിരിക്കാം, 4 5 ഒരാഴ്ച കൊണ്ട് പോയേക്കാം. എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു 10 പീസ് ഷർട്ട് പോകാൻ ചിലപ്പോൾ 1 മണിക്കൂറോ അല്ല 2 മണിക്കൂറോ വേണ്ടി വരുള്ളൂ. പക്ഷേ അതങ്ങനെ പോകണമെങ്കിൽ നമ്മൾ അത്രയും ക്ലിയർ ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരണം. വെറൈറ്റി കളക്ഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളെ ഫോട്ടോ കാണുന്ന താമസം അതെല്ലാം വിറ്റുപോകും. വീണ്ടും നമ്മൾ 10 ഷർട്ടിന് പകരം നമ്മൾ നെക്സ്റ്റ് ടൈമിൽ പോയിട്ട് ഒരു 15 ഷർട്ട് എടുത്തിട്ട് വരിക. അതേ 15 ഷർട്ട് ഇതേപോലെ നമ്മൾ വീണ്ടും നമ്മൾ ആഡും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വിൽക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 20 ഷർട്ട് എടുത്തിട്ട് വരിക. ഇതേപോലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒരു 500 രൂപ റേഞ്ചിലുള്ള ഷർട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മളൊരു 750 രൂപക്ക് നമ്മൾ വിറ്റു എന്ന് വിചാരിക്കുക. 250 രൂപ നമ്മൾക്ക് 10 ഷർട്ട് മുതൽ 250 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ 2500 രൂപയായി. ഇത് നമുക്കൊരു 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ വിറ്റ് തീർക്കാൻ കഴിഞ്ഞാൽ നമ്മളൊരു മാസത്തിൽ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര ഷർട്ട് നമ്മൾ വിൽക്കാൻ കഴിയുമെന്നുള്ളത് മാത്രമേ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ലാഭത്തിൻ്റെ ഭീകരത എത്രയെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ദിനം പ്രതി ദിവസവും നമ്മളിങ്ങനെ ഓരോ വീഡിയോസും, നമ്മൾ ഷർട്ടിനെ കുറിച്ചുള്ള വീഡിയോസും ഫോട്ടോസും അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റീച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തും. കൂടുതൽ ആളുകൾ നിങ്ങളെ പരസ്യം കാണും, കൂടുതൽ ആളുകൾ നിങ്ങളെ ഷർട്ടിൻ്റെ ആഡ് കാണും, നിങ്ങളെ വിളിക്കും. നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് വെച്ച് കൊടുക്കാം, ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് വാട്സപ്പ് നമ്പർ വെച്ച് കൊടുക്കാം, അതിൽ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം ഓർഡർ ചെയ്യാൻ. അതുവഴി നിങ്ങളെ വിളിച്ചവർ ഓർഡർ ചെയ്യുന്നു, കൊടുക്കുന്നു, നിങ്ങൾക്കത് പേയ്മെൻറ്റ് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് അത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾക്കൊരു 5-10 പീസ് വാങ്ങിക്കൊടുന്നുകൊണ്ട് 5000 രൂപ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ വാങ്ങിക്കൊടുന്ന് നമുക്കിതുപോലെയുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ അടുത്ത മാസം, ഒരു മാസത്തിന് ശേഷം നിങ്ങൾ ചിലപ്പോൾ അതിനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങൾ മുന്നേ മേടിച്ച് 10 ഷർട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിറ്റത്തെ മാസത്തിലേക്ക് പോകുമ്പോൾ ആ 10 ഷർട്ട് എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അത് 100 ഷർട്ടിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 100% ഉറപ്പാണ്. നിങ്ങൾ ആ 10 ഷർട്ടിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ 100 ഷർട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരും. പക്ഷേ
10 ആണെങ്കിലും 100 ആണെങ്കിലും അത് വളരെ ഡിഫറെൻറ്റ് കളക്ഷൻസ് ആയിരിക്കണം, വെറൈറ്റി കളക്ഷൻസ് ആയിരിക്കണം. നമ്മൾക്ക് ശരിക്കും അത് ഒരു കോമൺ ആയിട്ട് എല്ലായിടത്തും കണ്ടുവരുന്ന ആളുകൾ, ഒരുപാട് ആളുകളൊക്കെ ഇട്ടെടുക്കുന്ന അങ്ങനത്തെ പീസുകളല്ലാതെ നമ്മൾ ഒരു വെറൈറ്റി കളക്ഷൻസ് നമ്മൾക്ക് തോന്നും, ഓ ഡിഫറെൻറ്റ് കളക്ഷനാണ്, വെറൈറ്റി പീസാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതുപോലെയുള്ള പീസുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യുക. നമ്മൾ ശരിക്കും തിരഞ്ഞ് കുറച്ച് നടന്ന് നമ്മൾ നല്ല വെറൈറ്റി പീസുകൾ മാത്രം, കളക്ഷൻസ് റയർ പീസുകൾ മാത്രം നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ഇതുപോലെ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ വലിയൊരു ബിസിനസ് ഒരു വിത്തിൻ 6 മന്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഒരു വലിയൊരു ക്യാൻവാസിലേക്ക് ആ ബിസിനസ് വളർത്താൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വളരെ ക്ലിയർ ആയിട്ട് നല്ല സൂപ്പറായിട്ട് ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ക്യാമറ ഫോൺ, അത് നല്ല സ്മാർട്ട് ഫോൺ, നല്ല ഫോൺ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വലിയ ലക്ഷങ്ങൾ വിലയുള്ള ഫോണല്ല ഉദ്ദേശിച്ചത്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മൾ നോർമലി റീൽസ് ഒക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ക്യാമറ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ഫോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. വെറും 5000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. 5000 രൂപയിൽ നിന്ന് നിങ്ങൾക്ക് വിത്തിൻ 6 മന്തിൽ 50,000 അല്ലെങ്കിൽ 1,00,000 പ്രോഫിറ്റ് വരുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ബിസിനസ്സിനെ വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. ഓക്കെ, പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കും. ഈ പരീക്ഷണത്തിൽ നിങ്ങൾ തോറ്റുപോയാൽ നിങ്ങൾക്ക് നഷ്ടം വെറും 5000 രൂപ മാത്രമാണ്. പക്ഷെ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു ബ്രാൻഡിൻ്റെ ഉടമകളാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വിജയിക്കാനേ സാധ്യത കൂടുതലുള്ളൂ, പരാജയപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു വിഷയവുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.